ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചെമ്മീൻ വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇങ്ങനെയാണ് ചെമ്മീൻ വട ഉണ്ടാക്കുന്നത്. നമ്മുടെ ചെറിയ ജാറിനകത്തോട്ട് ഒരു പിടി തേങ്ങ, ചെമ്മീനനുസരിച്ച് തേങ്ങ ചേർക്കാം കേട്ടോ. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഞാൻ പിന്നെ ചെറിയ ഇഞ്ചി ആയതുകൊണ്ട് ഒരു 2 കഷ്ണം അങ്ങ് ചേർത്ത് തന്നെ. 4-5 ചുവന്നുള്ളി, പിന്നെ ഇച്ചിരി ഗരം മസാല, ഇച്ചിരി പെരുംജീരകപ്പൊടി, എല്ലാം ഇച്ചിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അളവറിയാമല്ലോ, ആ രീതി അങ്ങ് ചേർത്താൽ മതി. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ചെമ്മീൻ ചേർക്കണം. ചെമ്മീനാന്ന് തേങ്ങയെക്കാട്ടി ഇച്ചിരി കൂടെ കൂടുതൽ ചെമ്മീനായിട്ട് നിന്ന് കഴിഞ്ഞാൽ കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നാൽ തേങ്ങ വലുതായിട്ട് അങ്ങ് അരഞ്ഞു പോവുകയും ചെയ്യരുത്. ചെമ്മീൻ അരയണം ആ രീതിയിലൊന്ന് അരച്ചാൽ മതി. പിന്നെ ഞാൻ അരച്ച് കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ എനിക്ക് മുളക് പൊടി കുറഞ്ഞ പോലെ, പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും പിന്നെ ഉപ്പും ഉപ്പ് ചേർക്കാൻ അങ്ങ് മറന്നുപോയി. ഞാൻ ഇച്ചിരി ഉപ്പും മുളക് പൊടിയും എല്ലാം ചേർത്ത് നല്ല രീതി കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ പിന്നെ സ്പൂൺ കൊണ്ട് കഴിക്കാൻ നല്ലോണം കൈ കൊണ്ട് എല്ലായിടും ഉപ്പും ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ പിന്നെ ചെറിയ പരിപ്പാട് രീതിയിലാണ് ഷേപ്പ് ചെയ്തെടുത്തത് കേട്ടോ. നമുക്കിഷ്ടമുള്ള രീതി, ഏത് രീതി വേണേലും ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് കട്ടറുണ്ടല്ലോ, ആ രീതി എന്ത് വേണേലും ഷേപ്പ് ചെയ്തെടുക്കാവേ. പിന്നെ എന്നിട്ട് ഞാനാണെങ്കിൽ ഫ്രൈ എടുക്കുവാണ്. ഫ്രൈ ചെയ്തെടുക്കുന്ന സൺഫ്ലവർ ഓയിലല്ല, വെളിച്ചെണ്ണയില്ല, നമ്മുടെ കൊക്കനട്ട് ഓയിലിൽ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഒരു വശം നല്ല രീതിയിൽ ഫ്രൈ ആയതിന് ശേഷം തിരിച്ചിടാം. അതല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകുമെന്ന് വെച്ചാൽ തേങ്ങ എല്ലാം അങ്ങ് ഇങ്ങനെ അങ്ങ് ഇതായിപ്പോവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തതിന് ശേഷമേ തിരിച്ചിടാവുള്ളൂ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറക്കിയിട്ട് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്ത് നമ്മൾ തിരിച്ചിടുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ പൊങ്ങിയ രീതിയിൽ, ഒരു വശം പൊങ്ങിയ രീതിയിൽ ഇങ്ങനെ ഇരിക്കും. നമ്മുടെ പൂരിയൊക്കെ പൊങ്ങി, നമ്മൾ ഈ പാനിപ്പൂരി മേടിച്ച് ആ രീതിയിൽ ചെറുതായിട്ടൊന്ന് പൊങ്ങിയിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മണം വരും ഇതങ്ങോട്ട് വറക്കുമ്പോൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് പറയണേ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ബാച്ച് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുത്ത് കാണിച്ചു തരാവേ. ഞാൻ മക്കൾക്ക് ചോറിൻ്റെ കൂടെ കൊടുക്കുന്നത്. ചെമ്മീൻ കിട്ടിയത് ഞാൻ മക്കൾക്ക് ചോറിൻ്റെ കൂടെ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ടെങ്കിൽ അവർക്ക് വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് പറയണം. നല്ല സ്മെല്ലാണ്. നമ്മൾ ചെമ്മീൻ തന്നെ ഫ്രൈ ചെയ്യുന്ന പോലെയല്ല, നല്ല സ്മെല്ലാണ്, നല്ല മണമാണ്, നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് അഭിപ്രായം പറഞ്ഞ് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവരൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. അടിച്ചു പിടിച്ചു.